ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹിമ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവിടെ ആരുമില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി വരികയും ചന്ദ്രമതി ആകെ വെപ്രാളത്തോടെ, വർഷ നിൻ്റെ അമ്മ വന്നു. അയ്യോ അമ്മയല്ല, മമ്മി വന്നു എന്ന്, വേഗം വാ രേവതി, വേഗം വെള്ളം കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് ആകെ വെപ്രാളപ്പെടുകയാണ്. അപ്പോഴേക്കും വർഷ വന്ന് മഹിമേനെ മമ്മി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ വർഷയും മഹിമയും ചന്ദ്രമതിയും ശ്രീകാന്തും ഹാളിൽ ഇരിക്കുകയാണ്. അപ്പോൾ ശ്രുതിയും വരുന്നുണ്ട്. എന്താ വലിയ ബാഗും കൊണ്ടാണല്ലോ വന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, അവരുടെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്ന് ശ്രുതി പറയുകയാണ്. എന്താ അച്ഛൻ വന്നില്ലേ എന്ന് ചന്ദ്രമതി മഹിമയോട് ചോദിക്കുമ്പോൾ, അവർക്ക് ജോലിയുണ്ട്, അതുകൊണ്ടാണ് വരാത്തതെന്ന് മഹിമ മറുപടി പറയുകയാണ്. ശരി, അവർക്ക് സമയം കിട്ടുമ്പോൾ വരട്ടെ എന്ന് ചന്ദ്രമതി പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രേവതി വെള്ളവുമായി അവരുടെ അടുത്തേക്ക് ചെല്ലുക. ശ്രീകാന്തിൻ്റെ അച്ഛൻ എന്തിയെന്ന് മഹിമ ചോദിക്കുമ്പോൾ, അവർ പുറത്ത് ഫോൺ വിളിക്കുകയാണെന്ന് രേവതി പറയുകയും ഞാൻ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ചന്ദ്രമതി അതിൻ്റെ ഇടയിൽ കൂടെ കയറി അച്ഛനെ വിളിച്ചുകൊണ്ട് വരികയാണ്. തുടർന്ന് വർഷ ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ എന്തിനാ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് വന്നത്, നിനക്ക് വേണ്ടി എന്ന് മഹിമ പറയുമ്പോൾ, ഞാൻ എന്താ സിക്കായിട്ടിരിക്കുകയാണോ എന്ന് വർഷ ചോദിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, വർഷ നിന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ അമ്മ മേടിച്ചിട്ട് വന്നതാണോ? ഓ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വർഷ പറയുകയാണ്. ശ്രുതിയെയും ചന്ദ്രമതി മഹിമയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഓ അറിയാം, ശ്രുതിയുടെ വീട് മലേഷ്യയിലല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോൾ, അച്ഛൻ അവിടെയാണെന്ന് ശ്രുതി മറുപടി പറയുകയാണ്. അപ്പോൾ വർഷ പറയുകയാണ്, മമ്മി അച്ഛൻ മലേഷ്യയിൽ ഫിനാൻസ് കമ്പനിയും ഹോട്ടലും ഒക്കെ നടത്തുന്നുണ്ട്. ശ്രുതി ചേച്ചി സ്വന്തമായി ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു ദിവസം പോകണം. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ മുഖം വല്ലാതെ ആകുന്നുണ്ട്. ഇത് മഹിമ ശ്രദ്ധിക്കുന്നുമുണ്ട്. പോകുന്നത് നോക്കാമെന്ന് മഹിമ അപ്പോൾ പറയും. അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട്. വർഷയുടെ അച്ഛൻ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതിയാണ് ഉത്തരൻ പറയുന്നത്. അവർ ഓഫീസിൽ പോയിരിക്കുകയാണ്, വർക്കുണ്ടല്ലോ, പിന്നീട് ഒരു ദിവസം വരും. മഹിമ അവർ കൊണ്ടുവന്നിരിക്കുന്ന തട്ടും ഫ്രൂട്ട്സുമൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകുമ്പോൾ, അയ്യോ ഇത് നിങ്ങൾ ചെയ്യേണ്ട, രേവതി ചെയ്തുകൊള്ളുമെന്ന് പറയുന്നു. രേവതി നീ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞ് അതെല്ലാം രേവതിയെ കൊണ്ട് ചന്ദ്രമതി അറേഞ്ച് ചെയ്യിപ്പിക്കുകയാണ്. മഹിമ പറയുകയാണ്, എൻ്റെ മകൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അവൾ അവളുടെ ഇഷ്ടത്തിനാണ് കല്യാണം കഴിച്ചത്. അവൾ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എന്തൊക്കെയായാലും അവൾ വന്ന ദിവസം തന്നെ റൂമിൻ്റെ കാര്യത്തിൽ ഇവിടെ പ്രശ്നമുണ്ടായില്ലേ? അയ്യോ അതൊക്കെ തീർന്നല്ലോ, ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, എന്തൊക്കെയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ കടമ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് മഹിമ കയ്യിലുള്ള ബാഗ് തുറക്കുകയാണ്. ബാഗിലെ സ്വർണം കണ്ട് ചന്ദ്രമതി ആകെ കണ്ണുതള്ളി നിൽക്കുകയാണ്. മൊത്തത്തിൽ 50 പവൻ വരും എന്ന് മഹിമ പറയുമ്പോൾ, മമ്മി ഈ സ്വർണമൊക്കെ എന്തിനാ എന്ന് വർഷ ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും, എല്ലാം നിനക്ക് വാങ്ങിയതാണെന്ന് മഹിമ പറയുകയാണ്. വർഷയ്ക്ക് വേണ്ടി ഞങ്ങൾ കല്യാണത്തിനൊന്നും ചെയ്തിട്ടില്ല. ഇതിൽ 50 പവൻ സ്വർണ്ണാഭരണങ്ങളുണ്ട്. ഇത് കേട്ട് നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം നല്ല തെളിഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, 50 പവൻ സ്വർണം? അതെ 50 പവൻ. ഇതിൽ കൂടുതൽ സ്വർണം വീട്ടിലിരിപ്പുണ്ട്, അത് ഞങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കാം. അങ്ങനെ മഹിമ പറയുകയാണ്. ഈ സ്വർണമൊക്കെ കാണുമ്പോൾ ശ്രുതി വിഷമത്തോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ സ്വർണമൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ വർഷയ്ക്ക് എന്നേക്കാളും മുൻഗണന ഈ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോഴേക്കും ഫ്രൂട്ട്സുമൊക്കെ തട്ടിൽ വെച്ച് രേവതി അവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. മഹിമ അതിൻ്റെ പുറത്ത് സ്വർണവും കൂടി വെക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തിനാ ഇതൊക്കെ? ഞങ്ങൾ അതിന് സ്വർണവുമൊന്നും ചോദിച്ചില്ല, പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ മകൾക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് മഹിമ പറയുകയാണ്. അങ്ങനെ ചന്ദ്രമതി സ്വർണമൊക്കെ മേടിക്കാൻ എഴുന്നേറ്റപ്പോൾ രവീന്ദ്രൻ അവിടെ ഇരിക്കാൻ പറയുകയാണ്. തുടർന്ന് രവീന്ദ്രൻ മഹിമയോട് പറയുകയാണ്, ഞങ്ങൾ സ്വർണമൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പോൾ മഹിമ മറുപടി പറയുകയാണ്, നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും ഞങ്ങളുടെ മകൾക്ക് ഞങ്ങൾ കൊടുത്തല്ലേ തീരൂ, അതല്ലേ സമ്പ്രദായം എന്ന് മഹിമ പറയുമ്പോൾ, സ്വർണവും പണവുമൊക്കെ എപ്പോഴാണ് സമ്പ്രദായമായി മാറിയത്? അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിതൊന്നും വേണ്ട എന്ന് പറയുകയാണ് രവീന്ദ്രൻ. ഇത് ഞങ്ങളുടെ വർഷയ്ക്ക് വേണ്ടി വാങ്ങിയതാണ്. മഹിമ പറയുമ്പോൾ, അവർ വർഷയ്ക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതല്ലേ എന്ന് ചന്ദ്ര പറയുകയാണ്. നിൽക്ക് ചന്ദ്രേ എന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ മഹിമയോട് പറയുകയാണ്, നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കൂടി സ്വത്തിനു വേണ്ടിയാണ് എൻ്റെ മകനെ നിങ്ങളുടെ മകളുടെ അടുത്തേക്ക് അയച്ചതെന്ന് പറഞ്ഞു.
ഇനിയിപ്പോൾ ഈ സ്വർണം മേടിച്ചാൽ അത് സത്യമാകുകയും ചെയ്യും. അതുകൊണ്ട് വേണ്ട. അപ്പോൾ മഹിമ രവീന്ദ്രനോട് ചോദിക്കുകയാണ്, പഴയ കാര്യങ്ങളൊക്കെ എന്തിനാ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോകില്ല എന്ന് രവീന്ദ്രൻ പറയുന്നു. വർഷയുടെ അച്ഛൻ തന്നെയാണ് ഈ സ്വർണമെല്ലാം കൊടുത്തു വിട്ടത്. ഞങ്ങളുടെ മകളെ ഒന്നുമില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ നടത്തുന്നത്? ഇത് കണ്ട് ബന്ധുക്കളെല്ലാം എന്ത് കൊടുത്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് ഉത്തരം പറയും? ഞങ്ങളുടെ മര്യാദ അവിടെ പോകില്ലേ എന്ന് മഹിമ പറയുമ്പോൾ, ഞാൻ ഈ സ്വർണമൊന്നും ഇടില്ല എന്ന് അമ്മയ്ക്ക് അറിയില്ലേ? പിന്നെ ഇത്രയും സ്വർണം മേടിച്ചിരിക്കുന്നത് എന്തിനെന്ന് വർഷ ചോദിക്കുകയാണ്. അപ്പോൾ മഹിമ പറയുകയാണ്, ഞങ്ങളിത് നിനക്ക് വേണ്ടി വാങ്ങിയതാണ്. നിന്റെ സ്വർണം നിന്റെ കയ്യിലിരിക്കണം. ഇത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടി കൊടുത്ത സ്വർണമാണ്. ദയവ് ചെയ്ത് നിങ്ങളിത് സ്വീകരിക്കണം. ഇങ്ങനെ മഹിമ പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നു, ഞങ്ങൾക്ക് ഈ സ്വർണം ഇവിടെ വേണ്ടാന്ന് തന്നെയാണ് തോന്നുന്നത്. ഇത് കേട്ട് ചന്ദ്രമതി പറയുകയാണ്, രവീന്ദ്രനോട് പറയുകയാണ്, അവർ അവരുടെ സന്തോഷത്തിന് മകൾക്ക് കൊടുത്തതല്ലേ, അവരത് മകൾക്ക് കൊടുക്കട്ടെ. അങ്ങനെ ചന്ദ്രമതി രവീന്ദ്രനെയും കൂടി ചേർത്ത് നിർത്തി ഫ്രൂട്ട്സും സ്വർണവും മേടിക്കാൻ ശ്രീകാന്തിനോടും വർഷയോടും പറയുകയാണ്. അവരത് മേടിച്ചതിന് ശേഷം ചന്ദ്രമതി അത് കയ്യിൽ മേടിച്ചിട്ട് ശ്രീകാന്തിനോടും വർഷയോടും അമ്മയുടെ ആശീർവാദം മേടിക്കാൻ പറയുകയാണ്. അങ്ങനെ രണ്ടുപേരെയും മഹിമ ആശീർവദിക്കുകയാണ്. രവീന്ദ്രൻ എല്ലാവരോടുമായി പറയുന്നുണ്ട്, എനിക്കിതൊന്നും ശരിയായിട്ടുള്ള കാര്യമായി തോന്നുന്നില്ല. അപ്പോൾ മഹിമ പറയുകയാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? മക്കൾക്ക് സ്വർണം കൊടുക്കുന്നത് എല്ലാ അച്ഛനമ്മമാരും ചെയ്യുന്ന കാര്യമല്ലേ? നിങ്ങളുടെ മൂത്ത മരുമകൾ വന്ന സമയത്ത് ഒരുപാട് സ്വർണം ഇട്ടിട്ടല്ലേ വന്നിട്ടുണ്ടാകുക? അതും മലേഷ്യൻ ഫാമിലിയല്ലേ? ഇത് കേട്ട് ചന്ദ്രമതി മഹിമയോട് പറയുകയാണ്, അവരുടെ കല്യാണം അമ്പലത്തിൽ വെച്ച് സിമ്പിളായിട്ടാണ് നടത്തിയത്. അവളുടെ അച്ഛന് മലേഷ്യയിൽ ബിസിനസ്സും തിരക്കൊക്കെ കാരണം വരാൻ കഴിഞ്ഞില്ല. അദ്ദേഹം മലേഷ്യയിലുള്ള ബിസിനസ്മാനാണ് എന്നൊക്കെ ചന്ദ്രമതി പറയുമ്പോൾ, എന്തിനാ ഇതൊക്കെ ഇപ്പോൾ ഇവിടെ പറയുന്നത്? ശ്രുതി ചോദിക്കുകയാണ്. നിന്റെ കാര്യം പിന്നെ പറയണ്ടേ? അവർ ഓണം കഴിഞ്ഞാൽ ഇവിടെ വരും. 150 പവനോളം സ്വർണം ഇവൾക്ക് ഇട്ടുകൊടുക്കും. പക്ഷേ ഒരു വീട്ടിലും ഇത്ര സ്വർണം വെക്കാവുള്ളൂ എന്നൊക്കെ ലിമിറ്റില്ലേ? അല്ലേടാ ശ്രുതി എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ, അതെ അതെ എന്ന് ശ്രുതി മറുപടി പറയുകയാണ്. തുടർന്ന് മഹിമ ചോദിക്കുകയാണ്, നിങ്ങളുടെ രണ്ടാമത്തെ മരുമകൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, സ്വർണമൊന്നും അവൾക്ക് കൊടുത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞങ്ങൾ ഇങ്ങോട്ട് സ്വർണം കൊടുത്ത് കൊണ്ടുവരികയാണ് ചെയ്തതെന്ന് ചന്ദ്രമതി പറഞ്ഞു. ഇത് കേട്ട മഹിമ രേവതിയുടെ മുഖത്തേക്ക് നോക്കി, ഓ അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രമതി, എന്ത് ചെയ്യാനാ, ഇവരെ കുറച്ചുകൂടി മുമ്പേ റിട്ടയർഡ് ആയിരുന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേനെ. റിട്ടയർഡ് ആകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റോട്ടിൽ വേറെ വണ്ടി ഇല്ലാത്തതുപോലെ ഇവളുടെ അച്ഛൻ ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിൽ ചാടി. അതുകൊണ്ടാണ് ഇവൾ ഈ വീട്ടിലേക്ക് വന്നത്. ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ, നീ എന്താ പറയുന്നത്? അതിന് ഞാൻ രേവതിയുടെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്തിനും രേവതിക്കും വളരെ വിഷമം തോന്നുന്നുണ്ട്. ചന്ദ്രവതി പറയുകയാണ്, അവരുടെ വീട്ടിൽ സ്വർണം തരാനുള്ള ആസ്തിയൊന്നുമില്ല. പൂവിൽപ്പനയാണ് അമ്മയുടെ ജോലി. സ്വർണത്തിന് പകരം വീട്ടിൽ പൂക്കളാണുള്ളത്. ഇത് കേൾക്കുമ്പോൾ രേവതി കരയുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മകളെ അയച്ചപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്നു. എന്നാൽ ഇവളുടെ വീട്ടിൽ ഈ മര്യാദയൊന്നുമില്ല. അവർ വെറും കൈയോടെയാണ് മകളെ ഇവിടെ അയച്ചത്. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, മതി നിർത്ത്. അപ്പോൾ ചന്ദ്രമതി പറയുകയാണ്, അതിന് തെറ്റൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരുപക്ഷെ ഇവളുടെ അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇവളുടെ കല്യാണം പോലും നടക്കില്ലായിരുന്നു. അവരുടെ ജീവൻ കൊടുത്തിട്ട് മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടതുപോലെയായി. ഈ അവസ്ഥയിൽ അവരെങ്ങനെ സ്വർണം അണിയിക്കാനാണ്? എൻ്റെ ഭർത്താവിൻ്റെ കാരണത്താലാണ് അവർ ഇവിടെ നിൽക്കുന്നത്. തുടർന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, രേവതിയുടെ അച്ഛനെക്കുറിച്ച് എന്തിനാ ഇപ്പോൾ പറയുന്നത്? ആ മനുഷ്യൻ എന്തു ചെയ്തു? ആ മനുഷ്യൻ കാരണമല്ലേ ഇവൾ ഇവിടെ വന്നു നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇവൾ ഇവിടെ ഉണ്ടാകില്ലല്ലോ. ഇതൊക്കെ രേവതി അവിടെ കേട്ടിരുന്ന് കരയുകയാണ്. പക്ഷെ മഹിമ രേവതിയെ നോക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രേവതി അവരുടെ അടുത്തു നിന്ന് മാറി റൂമിൽ പോയി കഥ കടിച്ചിരുന്ന് കരയുകയാണ്. അത് കഴിഞ്ഞ് അടുത്ത ഭാഗം കാണിക്കുന്നത് രേവതി പൂജാമുറിയിൽ ഇരിക്കുന്നതാണ്. ഇത് കണ്ട ചന്ദ്രമതി രേവതിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ പൂജാമുറിയിൽ ഇരിക്കുന്നത്? നിന്നെ എത്ര നേരമായി വിളിക്കുന്നു? രേവതി ഇതിനൊന്നും മറുപടി പറയുന്നില്ല. നിന്റെ അടുത്താ പറയുന്നത്. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? ജോലിയൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രേവതി ചോദിക്കുമ്പോൾ, നീ എന്തിനാ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത്? വേഗം പോയി ഭക്ഷണം ഉണ്ടാക്കാൻ നോക്ക് എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, എന്നാൽ അമ്മ വേറെ ആരെയും എന്താ ഭക്ഷണം ഉണ്ടാക്കാൻ ഇവിടെ വേറെ ആരുമില്ലേ? ഇവിടെ ജോലിയൊന്നും ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതുമാത്രം ജോലിയുടെ കാര്യം മാത്രം എന്താ വേറെ ആരോടും പറയാത്തത് എന്ന് എപ്പോഴും എന്നോട് മാത്രം പറയുന്നത് എന്ന് ചന്ദ്രമതിയോട് രേവതി ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ, എന്താടി നീ വലിയ ശബ്ദമുയർത്തി സംസാരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതി. എന്താ, എനിക്ക് സംസാരിക്കാൻ പറ്റില്ലേ? സംസാരിക്കണമെങ്കിൽ വലിയ വീട്ടിലെ പെണ്ണാകണമെന്നുണ്ടോ?
തുടർന്ന് പൂജാമുറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് രേവതി. അപ്പോഴാണ് വർഷി അങ്ങോട്ട് വരുന്നത്. എന്താ ആൻറ്റി, രേവതി ചേച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല രേവതി, നീ പോയി ജോലി നോക്ക് എന്ന് ചന്ദ്രമതി പറയുമ്പോൾ, ഇല്ല, എല്ലാ ജോലിയും ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കണം, അങ്ങനെയല്ലേ? അപ്പോൾ അതിലും നല്ലത് ജോലി ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ എന്താണ് നിൻ്റെ പ്രശ്നം? നിനക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. എന്താടി നിൻ്റെ പ്രശ്നം? അപ്പോൾ രേവതി, നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞാനൊന്നും മിണ്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തും പറയാമെന്നുള്ള ധാരണ. എന്നെക്കുറിച്ച് മോശം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വരില്ല. അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. രേവതി, നീ എന്താ ആൻറ്റിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ, ഞാൻ അവരുടെ അടുത്താണ് സംസാരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ ആരും കയറണ്ടെന്ന് രേവതി പറയുമ്പോൾ, ചന്ദ്രമതി, നീ എന്തിനാ അവളെ വിരട്ടുന്നത്? നിനക്ക് എന്താ വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഞാൻ മിണ്ടാതെ എൻ്റെ ജോലി നോക്കിയാണ്. എപ്പോഴും ആവശ്യമില്ലാതെ എന്തിനാണ് എന്നെ പറയുന്നതെന്ന് രേവതി പറയുകയാണ്. അപ്പോൾ അവിടെ രവീന്ദ്രനും എത്തുന്നുണ്ട്. രേവതി, എന്താ മോളെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, അമ്മ പറഞ്ഞത് അച്ഛനും കേട്ടില്ലേ? എന്നെക്കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാൻ മിണ്ടാതിരിക്കും. പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് എന്തിനാ ഇവർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എൻ്റെ അച്ഛൻ എനിക്ക് ദൈവത്തിന് തുല്യമാണ്. എൻ്റെ അച്ഛനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മോശമായി സംസാരിച്ചാൽ ഞാൻ കേട്ടിട്ട് വെറുതെ ഇരിക്കണോ? അതിനു മാത്രം എന്ത് തെറ്റാ അച്ഛാ ഞാൻ ചെയ്തത്? കഴിവില്ലാത്ത വീട്ടിൽ ജനിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? എന്താടി കരഞ്ഞു കാണിച്ച് എല്ലാവരുടെയും സിമ്പതി പിടിച്ചു പറ്റുകയാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ രേവതി പറയുകയാണ്, എനിക്ക് ആരുടെയും സിമ്പതി ആവശ്യമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്ത് മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാ സൂചി എടുത്ത് കുത്തുന്നത് പോലെ എന്നെ നോവിക്കുന്നത്? കണ്ടില്ലേ, നിങ്ങളെല്ലാം പറഞ്ഞത് വളരെ നല്ല മരുമകളാണെന്നാണ്. എന്നിട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇവൾ വീട്ടിൽ കിടന്ന് താണ്ഡവമാടുന്നത്? ഇത് കേൾക്കുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ പറഞ്ഞ വാക്കിന് പിന്നെ അവൾ എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ അതിന് എന്തു പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇല്ലാത്തതൊന്നും പറഞ്ഞില്ലല്ലോ. വർഷയുടെ അമ്മ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ രവീന്ദ്രൻ, അത് നീ എന്ത് തരത്തിലാണ് പറഞ്ഞതെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ ചേച്ചിയുടെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചത്? എനിക്ക് തന്നെ കേട്ടിട്ട് വിഷമമായി എന്ന് പറയുമ്പോൾ വർഷയും പറയുന്നുണ്ട്, ശ്രീകാന്ത് പറഞ്ഞത് കറക്റ്റാണ്, അങ്ങനെ പറയണ്ടായിരുന്നു, എനിക്കും വിഷമമായി. അപ്പോൾ ചന്ദ്രമതി, അയ്യോ വർഷമോളെ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞതല്ല. നിനക്ക് ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും മുഴുവനായി അറിയില്ലല്ലോ. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് സത്യം? എൻ്റെ അച്ഛൻ തെറ്റ് ചെയ്തെന്നോ? എൻ്റെ അച്ഛൻ വണ്ടിക്ക് മുന്നിൽ ചാടിയതുകൊണ്ടാണ് ഈ കല്യാണം നടന്നതെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അപ്പോൾ അതെ, അല്ലാന്ന് നീ പറയുകയാണോ? അതുകൊണ്ടല്ലേ നിനക്ക് കല്യാണം നടന്നത്? അപ്പോൾ രേവതി പറയുകയാണ്, എന്നാൽ ആരുമായിട്ടാണ് എൻ്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടുകാരെക്കുറിച്ച് മാത്രമേ നിങ്ങൾ പറഞ്ഞുള്ളൂ. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ആൻറ്റി, നിങ്ങളുടെ ഭാഗത്താണ് ഫുൾ തെറ്റെന്ന് വർഷ പറയുമ്പോൾ ആകെ ജാള്യതയോടെ നിൽക്കുകയാണ് ചന്ദ്രമതി. അപ്പോൾ രവീന്ദ്രൻ, കണ്ടല്ലോ, ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം ആരുടെ ഭാഗത്താണ് തെറ്റെന്ന്. അപ്പോഴേക്കും ചന്ദ്രമതി, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കളവുണ്ടോ? ഇവൾ എന്താ വീട്ടിൽ നിന്ന് സ്വർണമൊക്കെ ഇട്ടിട്ടാണോ വന്നത്? നമ്മളല്ലേ ഇവൾക്ക് സ്വർണമെല്ലാം കൊടുത്തത്? അല്ലെങ്കിൽ ഒരു പൊടി സ്വർണം പോലും ഇല്ലാതല്ലേ കയറി വരിക? ഇവളുടെ അച്ഛനെന്താ സ്വർണമെല്ലാം എടുത്തു വെച്ചതിന് ശേഷമാണോ പോയി ചത്തതെന്ന് ചോദിക്കുമ്പോൾ അമ്മയെന്നും രേവതി ദേഷ്യത്തോടെ അലറി വിളിക്കുകയാണ്. ഇത് കണ്ട് ചന്ദ്രമതി ആകെ പേടിച്ച് കണ്ണു തുറച്ച് നോക്കുകയാണ്. ഇപ്പോഴെന്താ നിങ്ങൾക്ക് സ്വർണമല്ലേ പ്രശ്നം എന്ന് പറഞ്ഞ് രേവതി റൂമിൽ കയറി കതകടക്കുകയാണ്. കണ്ടോ, രേവതിക്കൊന്നും മിണ്ടാനില്ല, അതുകൊണ്ടാണ് റൂമിൽ കയറി കതകടക്കുന്നതെന്ന് ചന്ദ്രമതി പറയുമ്പോൾ തന്നെ രേവതി വാതിൽ തുറന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എന്നിട്ട് രേവതി സ്വർണമെല്ലാം മൂരി മേശമേൽ വയ്ക്കുകയാണ്. സ്വർണം ഇട്ടിട്ട് നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ടു വന്നു, അതല്ലേ നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ സ്വർണം ഒന്നും ഇനി എനിക്ക് വേണ്ട. കല്യാണത്തിന് നിങ്ങൾ എനിക്ക് തന്ന എല്ലാ സ്വർണവും ഇവിടെയുണ്ട്, എനിക്കിതൊന്നും വേണ്ട. ഈ സമയത്താണ് സച്ചി അവിടെ കയറി വരുന്നത്. എന്താ രേവതി, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുന്നത്? സച്ചി എല്ലാവരുടെയും മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ആരും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ചോദിക്കുന്നത് ആരും കേൾക്കുന്നില്ലേ? എന്തിനാ എല്ലാവരും എൻ്റെ മുഖത്തോട്ട് നോക്കി നിൽക്കുന്നത്? തുടർന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്, മോളെ പറയുന്നത് കേൾക്ക്, ഈ സ്വർണമെല്ലാം എടുത്തണിയ്. വേണ്ട അച്ഛാ, ഈ സ്വർണത്തിൻ്റെ പേരിലല്ലേ എല്ലാവരും എന്നെ പറയുന്നത്. എനിക്കിത് വേണ്ടാന്ന് രേവതി പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ആര് എന്ത് പറഞ്ഞു എന്നാണ് രേവതി പറയുന്നത്? എന്താ രേവതി പ്രശ്നം? കാര്യം പറ, ആരെന്താ നിന്നെ പറഞ്ഞത്?
ഈ വീട്ടിലെ എനിക്ക് കിട്ടുന്ന മര്യാദയെക്കുറിച്ചാണ് ആണോ ഞാൻ പറയേണ്ടത്? എന്താ പറയേണ്ടത്? മറ്റു മരുമക്കൾ അവരുടെ വീട്ടിൽ നിന്ന് സ്വർണം വിട്ടിട്ട് വന്നു. ഞാൻ മാത്രം ഈ വീട്ടിൽ നിന്ന് സ്വർണം ഇട്ടു വന്നു. കാരണം ഞങ്ങൾ ഒന്നുമില്ലാത്തവരാണല്ലോ. എൻ്റെ അച്ഛൻ ബസ് തട്ടി മരിച്ചതുകൊണ്ട് എനിക്ക് കല്യാണം നടന്നു. അങ്ങനെയല്ലേ എൻ്റെ കല്യാണം നടന്നത്? ഇങ്ങനെ പറഞ്ഞ് കരയുകയാണ് രേവതി. അങ്ങനെ സഹതാപത്തോടെ തരുന്ന സ്വർണമൊന്നും എനിക്ക് വേണ്ട. ഇത് കേൾക്കുമ്പോൾ സച്ചിക്ക് ഒത്തിരി ദേഷ്യം വരുന്നുണ്ട്. സച്ചി ചന്ദ്രയെ ദേഷ്യത്തോടെ നോക്കിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ എന്താ ഇത്? നിനക്കറിയില്ലേ നിന്റെ അമ്മയുടെ സ്വഭാവം? എത്ര പറഞ്ഞു കൊടുത്താലും അവൾ നന്നായില്ലെന്ന് പറയുകയാണ് രവീന്ദ്രൻ. എന്താ നിങ്ങളുടെ കാശ് കൊടുത്താണോ ഈ സ്വർണം ഈ സ്വർണം വാങ്ങിയത്? എൻ്റെ അച്ഛൻ അവരുടെ കാശ് കൊടുത്തു മേടിച്ച സ്വർണമാണ്. അതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? രേവതി, നീ ഇവർ പറയുന്നത് കേട്ട് ഇങ്ങനെ ചെയ്യരുത്. സ്വർണം എടുത്ത് അണിയാൻ സച്ചി പറയുമ്പോൾ വേണ്ട, വീണ്ടും എല്ലാവരും ഇവളെ സ്വർണം ഇട്ടിട്ടാ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് പറയാനാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ, എന്താ നീ നാടകം കളിക്കുകയാണോ? നീ എല്ലാ സ്വർണവും വെച്ചെന്നല്ലേ പറഞ്ഞത്? നീ ഇട്ട താലിമാലയും എല്ലാം ഞങ്ങളുടെയാ. ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ രേവതി പറയുകയാണ്, എനിക്കറിയാം അമ്മ ഇത് പറയുമെന്ന്, അതുകൊണ്ട് ഇതും ഞാൻ ഊരി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് രേവതി താലിയും മേശയിൽ വെക്കുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ രവീന്ദ്രൻ രേവതിയോട് പറയുന്നുണ്ട്, മോളെ, വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഒരിക്കലും താലി ധരിക്കാതെ നിൽക്കാൻ പാടില്ല. നീ അതെടുത്ത് അണിയും മോളെ. ഇത് കേൾക്കുമ്പോൾ രേവതി പറയുകയാണ്, പേടിക്കേണ്ട അച്ഛാ, നിങ്ങളുടെ മകൻ എൻ്റെ കഴുത്തിൽ അണിയിച്ച താലി ഇപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടെന്ന് പറഞ്ഞ് രേവതി തൻ്റെ കഴുത്തിലെ മഞ്ഞ ചരട് കാണിച്ചു കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ രവീന്ദ്രൻ സങ്കടത്തോടെ ചോദിക്കുകയാണ്, എന്താ മോളെ ഈ മഞ്ഞച്ചരട് കിട്ടിയിരിക്കുന്നത്? ഞങ്ങളുടെ കഴിവിന് ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ അച്ഛാ എന്ന് രേവതി പറയുന്നത് കേൾക്കുമോളുടെ, ഇവളുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ് രവീന്ദ്രൻ. ഇല്ല അച്ഛാ, ഓരോ തവണയും ഞാൻ എല്ലാവരുടെയും മുന്നിൽ അപമാനപ്പെടുന്നുണ്ട്. എന്നെക്കുറിച്ചായാൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ എൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിച്ചാൽ അദ്ദേഹം ഞങ്ങളെ കഷ്ടപ്പെട്ടാണ് വളർത്തിയത്. അവരെ അപമാനിച്ച് സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റില്ല. നിനക്ക് തൃപ്തിയായോ എന്ന് രവീന്ദ്രൻ ചന്ദ്രമതിയോട് ചോദിക്കുമ്പോൾ, ഞാൻ അതിനു മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അവളോട് ആ താലി എടുത്തിടാൻ പറ എന്ന് ചന്ദ്രമതി പറയുകയാണ്. വേണ്ട, എനിക്കിനി എൻ്റെ ഭർത്താവ് അധ്വാനിച്ച് ഉണ്ടാക്കി തരുന്ന സ്വർണം മാത്രം മതി. അതിനാരും കണക്ക് പറയില്ലോ എന്ന് രേവതി ചോദിക്കുകയാണ്. എനിക്ക് ഇനി താലിയും മണിയും എൻ്റെ ഭർത്താവ് വാങ്ങി തന്നാൽ മതി. അന്നേ ഞാൻ ധരിക്കുകയുള്ളൂ. ഈ കമ്മലും വളയും എനിക്ക് എൻ്റെ അച്ഛമ്മ മേടിച്ചു തന്നതാ. ഇത് നിങ്ങൾക്ക് തരേണ്ട ആവശ്യമില്ല. ഇനി മേലാൽ ആരെങ്കിലും എൻ്റെ അച്ഛനെ പറഞ്ഞാൽ ഞാൻ മനുഷ്യനായിരിക്കില്ലെന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് രേവതി അവിടുന്ന് പോവുകയാണ്. ഇത് കേട്ട് ചന്ദ്രമതി ഒന്നും പറയാനാകാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ്.